ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ബബിൾ സോർട്ടാണ്. നമുക്ക് ഒരുപാട് സോർട്ടിംഗ് ടെക്നിക്സ് പഠിക്കാനുണ്ട്. അതിൽ വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് സോർട്ടിംഗ് അൽഗോരിതം എന്ന് പറയാവുന്നതാണ് ബബിൾ സോർട്ട്. അപ്പോൾ നിങ്ങൾ പല സോർട്ടിംഗ് അൽഗോരിതംസ് പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും നെയിം വെച്ചിട്ട് തന്നെ നിങ്ങളത് ഓർത്ത് വയ്ക്കണം. അതായത് ഒരു സോർട്ടിംഗ് ടെക്നിക്കിൻ്റെ അല്ലെങ്കിൽ സോർട്ടിംഗ് അൽഗോരിതത്തിൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരണം ഏത് സോർട്ടിംഗ് ടെക്നിക്കാണ് അതിൽ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഓരോന്നിൻ്റെയും പേര് വെച്ചിട്ട് എന്തുകൊണ്ട് അതിന് ആ പേര് പറയണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബബിൾ സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബബിൾ സോർട്ട് എന്ന് പറയാൻ കാര്യം ഇപ്പോൾ ഒരു വെള്ളത്തിനടിയിൽ ഒരു ബബിൾ പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പൊങ്ങി വരിക? താഴെ ആ ബബിൾ എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി മുകളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടി വരും. അപ്പോൾ താഴെ ഒരു ബബിൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ സർഫസിലേക്ക് പൊങ്ങി വരും. മുകളിലെത്തുമ്പോഴേക്കും അതിൻ്റെ വലിപ്പം കൂടി വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ബബിൾ സോർട്ട് വർക്ക് ചെയ്യുന്നത്. ബബിൾ സോർട്ടിൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോർട്ട് ചെയ്യുമ്പോൾ ആദ്യം അതിൽ ലാർജസ്റ്റ് നമ്പർ ബബിൾ ചെയ്ത് വരും എന്ന് പറഞ്ഞാൽ ബബിൾ ടു ദി എൻഡ് ഓഫ് ദി അറേ. പക്ഷെ ആദ്യം ലാർജസ്റ്റ് നമ്പർ അറേയുടെ എൻഡിലെത്തും. അത് കഴിഞ്ഞിട്ട് അതിനെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അറയിലെ ലാർജസ്റ്റ് നമ്പർ റിമൈനിങ് അറയുടെ എൻഡിലേക്ക് ബബിൾ ചെയ്ത് വരും. ആ രീതിയിലാണ് നമ്മൾ ബബിൾ സോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബബിൾ സോർട്ടിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് കമ്പയർസ് അഡ്ജസെൻ്റ് എലമെൻറ്റ്സ്. ഒരു അറേ എടുക്കുകയാണെങ്കിൽ അറയിലെ അഡ്ജസെൻ്റ് എലമെൻറ്റ്സ് ആയിരിക്കും കമ്പയർ ചെയ്യുക. അഡ്ജസെൻ്റ് എലമെൻറ്റ്സ് കമ്പയർ ചെയ്തിട്ട് അത് കറക്റ്റ് ഓർഡറിലാണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അസെൻഡിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസെൻഡിങ് ആയിരിക്കും നമ്പറിൻ്റെ കേസാണെങ്കിൽ. ഒരു ന്യൂമറിക്കൽ അറേ ആണെങ്കിൽ. അതേസമയം നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ അറേയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആൽഫബറ്റിക് ഓർഡറിലോ റിവേഴ്സ് ആൽഫബറ്റിക് ഓർഡറിലോ ആയിരിക്കും നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്, ക്യാരക്ടർ അറേയോ സ്ട്രിങ് അറേയോ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ഒരു ന്യൂമറിക്കൽ അറേയാണ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പോൾ ബബിൾ സോർട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും അഡ്ജസെൻ്റ് എലമെൻറ്റ്സ് കമ്പയർ ചെയ്തിട്ട് അത് റൈറ്റ് ഓർഡറിലാണോ റോങ് ഓർഡറിലാണോ നോക്കുക. അപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഇസ് സ്മോളർ ദാൻ എലമെന്റ് ഓൺ ദി റൈറ്റ് സൈഡ്. അങ്ങനെയായിരിക്കും രണ്ട് എലമെന്റ്സ് വരും. അപ്പോൾ ഈ രണ്ട് എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് ഓർഡറിലല്ല. റൈറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 25 കഴിഞ്ഞിട്ടാണ് 31 വരേണ്ടത്. അപ്പോൾ ഓരോ പെയർ ഓഫ് അഡ്ജസെന്റ് എലമെന്റ്സ് നോക്കും. എന്നിട്ട് അത് റൈറ്റ് ഓർഡറിലാണോ റോങ് ഓർഡറിലാണോ. റൈറ്റ് ഓർഡറിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ വയ്ക്കും. റോങ് ഓർഡറിലാണെങ്കിൽ അത് രണ്ടും കൂടെ ഇന്റർചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ബബിൾ സോർട്ട് ചെയ്യുക. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ അറേ എ, അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 ആണ്. ഇൻഡെക്സ് 0 മുതൽ 4 വരെ. അതിൽ നമുക്ക് ഇറ്ററേഷൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് 0th എലമെൻറ്റ് മുതലാണ്. എപ്പോഴും നമ്മുടെ ഓരോ ഇറ്ററേഷനും സ്റ്റാർട്ട് ചെയ്യുക 0th എലമെൻറ്റിൽ തന്നെയാണ്. പൊസിഷൻ 0യിലും പൊസിഷൻ 1ലെ എലമെൻറ്റ്സ് ആദ്യം കമ്പയർ ചെയ്യും. ഈ രണ്ട് എലമെൻറ്റ്സും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് ഇത് രണ്ടും റൈറ്റ് ഓർഡറിലാണോ നോക്കുക. റൈറ്റ് ഓർഡറിലാണോ അല്ല. റൈറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 25ന് ശേഷമാണ് 31 വരേണ്ടത്. ഇപ്പോൾ റോങ് ഓർഡർ ആണെങ്കിൽ ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഓർഡർ? 25, 31, then 3, 17, 1 ആണ് ബാക്കിയുള്ള എലമെൻറ്റ്സ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് 1. ഇനി ഇതിൽ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 2 എലമെൻറ്റ്സ്. ഇപ്പോൾ അറേ ഓഫ് 0യും അറേ ഓഫ് 1ഉം അല്ലേ നമ്മൾ കമ്പയർ ചെയ്തേ. അതിന് പകരം ഇനി നെക്സ്റ്റ് 2 എലമെൻറ്റ്സ് അറേ ഓഫ് 1ഉം അറേ ഓഫ് 2ഉം കമ്പയർ ചെയ്യുക. അറേ ഓഫ് 1ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും റൈറ്റ് ഓർഡർ ആണോ നോക്കുക. റൈറ്റ് ഓർഡർ അല്ല, 3 ആണ് ചെറുത്. അപ്പോൾ 3 ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ അതിനർത്ഥം ഇത് റോങ് ഓർഡറിലാണ്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറേ 25, ഈ 3യും 31 ഇൻ്റർചേഞ്ച് 3, 31, 17, 1. ഇത്രയായിരിക്കും സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ കിട്ടുക. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എ ഓഫ് 0യും 1ഉം കമ്പയർ ചെയ്തു, എ ഓഫ് 1ഉം 2ഉം കമ്പയർ ചെയ്തു. നെക്സ്റ്റ് എ ഓഫ് 3 ആൻഡ് എ ഓഫ് 0, 1ഉം 2ഉം കമ്പയർ ചെയ്തു. ദെൻ 2 and 3 കമ്പയർ ചെയ്യാം. എ ഓഫ് 2 ആൻഡ് എ ഓഫ് 3 കമ്പയർ ചെയ്യുമ്പോഴും ഇത് രണ്ടും റൈറ്റ് ഓർഡർ അല്ല, റോങ് ഓർഡറാണ്. റോങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഇൻ്റർചേഞ്ച് ചെയ്യണം. 25, 3, 17, 31, 1. ഇനി എ ഓഫ് 3 ആൻഡ് എ ഓഫ് 4 കമ്പയർ ചെയ്യാം. എ ഓഫ് 3 ആൻഡ് എ ഓഫ് 4 കമ്പയർ ചെയ്യുമ്പോഴും
റൈറ്റ് ഓർഡർ അല്ല, റോങ് ഓർഡറാണ്. ഇതാണ് സ്റ്റെപ്പ് 4. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ടും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ 25, 3, 17, 1, 31 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന അറേ. അപ്പോൾ A of 0 and 1 കമ്പയർ ചെയ്ത് 1 and 2, 2 and 3, 3 and 4 ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അറേയുടെ എൻഡിലെത്തിയല്ലോ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഇറ്ററേഷനിൽ ചെയ്യുക. ഫസ്റ്റ് ഇറ്ററേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുക, ഇത് നമ്മുടെ ലാർജസ്റ്റ് എലമെൻ്റ് ആണ് 31 എന്ന് പറഞ്ഞത്. ലാർജസ്റ്റ് എലമെൻറ്റ് എൻഡിലെത്തി. അതാണ് ലാർജസ്റ്റ് എലമെൻറ്റ് ബബിൾ ടു ദി എൻഡ് ഓഫ് ദി അറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇറ്ററേഷൻ കഴിഞ്ഞ സമയത്ത് ഈ അറേയിലെ ലാർജസ്റ്റ് എലമെൻറ്റ് എവിടെ വന്നു? ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇനി നമ്മൾ ഇറ്ററേഷൻ 2ലേക്ക് പോവുകയാണ്. ഇറ്ററേഷൻ 2 എന്ന് പറയുമ്പോൾ ഈ അറയാണ് ഇറ്ററേഷൻ 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ 31 എന്ന് പറയുന്നത് ലാർജസ്റ്റ് എലമെൻ്റ് ആണ്. ആ ലാർജസ്റ്റ് എലമെൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി കമ്പാരിസണിൽ അതിനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ 31 അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി സെക്കൻഡ് ഇറ്ററേഷനിൽ നമ്മൾ 31 നോക്കുകയില്ല. അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അറേ 25, 3, 17, 1, 31 ആണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇറ്ററേഷനിൽ ചെയ്ത പോലെ തന്നെ അറേ ഓഫ് 0 ആൻഡ് അറേ ഓഫ് 1 കമ്പയർ ചെയ്യുക. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ റോങ് ഓർഡറാണ് ഇൻ്റർചേഞ്ച്. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ അറേ കിട്ടും. പുതിയ അറേ എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 3, 25, then 17, 1, 31. ഇനി ഇതിൽ എന്താണ് കമ്പയർ ചെയ്യേണ്ടത്? A of 1 ആൻഡ് A of 2 കമ്പയർ ചെയ്യണം. ഇത് രണ്ടും റോങ് ഓർഡറിലാണ് ഇൻ്റർചേഞ്ച്. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പുതിയ അറേ കിട്ടും. പുതിയ അറേയിൽ 3 ഉണ്ട്. 17 ആൻഡ് 25 ഇൻ്റർചേഞ്ച് ചെയ്തു. 17, 25, 1, 31. ഇനി ഇതിൽ A of 2 ആൻഡ് A of 3 കമ്പയർ ചെയ്യാം. ഇതും കൂടെ കമ്പയർ ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്യുക. റോങ് ഓർഡറിലായതുകൊണ്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരെ നമുക്ക് കമ്പാരിസൺ ചെയ്യേണ്ട കാര്യമുള്ളൂ സെക്കൻഡ് സ്റ്റെപ്പിൽ. കാരണം 31 എന്ന് പറഞ്ഞത് ഓൾറെഡി ലാർജസ്റ്റ് എലമെൻ്റ് ആണ്, അതുകൊണ്ട് ഓൾറെഡി സോർട്ടഡ് ആണ്. ഇപ്പോൾ 3, 17, 1, 25, 31 ഇത്രയാണ് സെക്കൻഡ് ഇറ്ററേഷനിൽ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് 31 സോർട്ടഡ് ആയിരുന്നു. സെക്കൻഡ് ഇറ്ററേഷൻ കഴിഞ്ഞപ്പോൾ നോക്കുക, ബാക്കിയുള്ള അറയിലെ ഈ അറയിലെ ലാർജസ്റ്റ് എലമെൻ്റ് ആണ് ഈ 25 എന്ന് പറയുന്നത്. ഈ 25 എൻഡിലെത്തിയില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 31 എൻഡിലെത്തി. അതിന് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നത്, സെക്കൻഡ് ഇറ്ററേഷനിൽ വന്നത്. സെക്കൻഡ് ഇറ്ററേഷനിൽ നമുക്ക് ബാക്കിയുള്ള ഈ അറയിലെ ലാർജസ്റ്റ് എലമെൻ്റ് ഇവിടെ കിട്ടി. അപ്പോൾ 25, 31 എന്ന് പറയുന്നത് ഒരു സബ് അറയാണ്. ഈ സബ് അറേ ഓൾറെഡി സോർട്ടഡ് ആണ്. ഇനി നമ്മുടെ തേർഡ് ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഈ അറേ വെച്ചിട്ടാണ്. ഇപ്പോൾ 3, 17, 1, 25, 31 ഇതിൽ 25 ആൻഡ് 31 സോർട്ടഡ് ആയതുകൊണ്ട് തേർഡ് ഇറ്ററേഷനിൽ ഈ ഭാഗം നമ്മൾ നോക്കില്ല, ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ സോർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ അറേ ഓഫ് 0 ആൻഡ് അറേ ഓഫ് 1 കമ്പയർ ചെയ്യുക. ഇത് റൈറ്റ് ഓർഡറിലാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സ്റ്റെപ്പ് 1 കഴിയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരുന്നോ അറേ തുടങ്ങിയത് അതേപോലെ തന്നെയാണ് സ്റ്റെപ്പ് 1 കഴിയുമ്പോൾ നമുക്കുള്ളത്. ഇനി സ്റ്റെപ്പ് 2ൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അറേ ഓഫ് 1 ആൻഡ് അറേ ഓഫ് 2 ആണ്. റോങ് ഓർഡറിലാണ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെപ്പ് 2ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 3, 1, 17, 25, 31 ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇറ്ററേഷൻ 3ൽ നമുക്ക് ഈ സ്റ്റെപ്പും മാത്രമേ ചെയ്യാനുള്ളൂ. എന്നുവെച്ചാൽ ഫസ്റ്റ് 2 എലമെൻറ്റും ദെൻ സെക്കൻഡ് ആൻഡ് തേർഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇത് രണ്ടും ഓൾറെഡി സോർട്ടഡ് ആണ്. അപ്പോൾ നമ്മുടെ തേർഡ് ഇറ്ററേഷൻ കഴിഞ്ഞു. അപ്പോൾ തേർഡ് ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ സബ് അറേ വെച്ചിട്ടായിരുന്നു, ഇത്രയും ഭാഗം സോർട്ടഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് എലമെൻ്റ് ആണ് 17 നമുക്ക് എൻഡിൽ കിട്ടി. ഇത് രണ്ടും ഇതിൻ്റെ മുന്നത്തെ സ്റ്റെപ്പിൽ തന്നെ സോർട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അറയിലെ 3 എലമെൻറ്റ്സ് സോർട്ടഡ് ആയി തേർഡ് ഇറ്ററേഷൻ കഴിഞ്ഞപ്പോൾ. ഇനി നമ്മൾ ഫോർത്ത് ഇറ്ററേഷനിലേക്ക് പോവാണ്. ഫോർത്ത് ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യുക തേർഡ് ഇറ്ററേഷൻ്റെ എൻഡിൽ അറേ വെച്ചിട്ടാണ്. 3, 1, 17, 25, 31 ഇതിനകത്ത് ഇത്രയും എലമെൻറ്റ്സ് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, സോർട്ടഡ് ആണ്. അപ്പോൾ ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? 3 ആൻഡ് 1 ചെക്ക് ചെയ്യുക. 3 ആൻഡ് 1 ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് റോങ് ഓർഡറിലാണ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ അറേ കിട്ടി. 1, 3, 17,
25, 31. അപ്പോൾ ഫോർത്ത് ഇറ്ററേഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം മാത്രമായിരുന്നു നമുക്ക് ഫോർത്ത് ഇറ്ററേഷനിൽ ചെക്ക് ചെയ്യാനുള്ളത്. ഇതിലെ ലാർജസ്റ്റ് ഇതിൻ്റെ എൻഡിൽ വന്നു. ഇത് ഓൾറെഡി സോർട്ടഡ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അറേ ഇപ്പോൾ സോർട്ടഡ് ആണ്. ഒരു എലമെൻ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ എന്തായാലും അത് സോർട്ടഡ് ആണല്ലോ. അപ്പോൾ 4 ഇറ്ററേഷൻസ് കഴിഞ്ഞപ്പോൾ നമുക്ക് സോർട്ടഡ് അറേ കിട്ടി. അപ്പോൾ നോക്കുക, നമ്മുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു. n 5 ആവുന്ന സമയത്ത് നമ്പർ ഓഫ് ഇറ്ററേഷൻസ് 4 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് എന്ന് പറഞ്ഞാൽ n-1 ആണ്. അപ്പോൾ n-1 ഇറ്ററേഷൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സോർട്ടഡ് അറേ കിട്ടി. ഇനി ഓരോ ഇറ്ററേഷനിലും എത്ര സ്റ്റെപ്പ് വരും നോക്കുക. ഫസ്റ്റ് ഇറ്ററേഷനിൽ 4 സ്റ്റെപ്സ് ആണ് വന്നത്. 4 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കമ്പാരിസൺസ് ആണ് നമ്മൾ ചെയ്തത്. ദെൻ സെക്കൻഡ് ഇറ്ററേഷനിൽ 1, 2, 3 കമ്പാരിസൺസ് ചെയ്തു. തേർഡ് ഇറ്ററേഷനിൽ 2 കമ്പാരിസൺസ്. ഫോർത്ത് ഇറ്ററേഷനിൽ 1 കമ്പാരിസൺ. അപ്പോൾ ഇറ്ററേഷൻ നമ്പർ 1 ആണെങ്കിൽ നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്ററേഷൻ നമ്പർ 1ൽ നമ്പർ ഓഫ് കമ്പാരിസൺ നമുക്ക് എത്ര കിട്ടിയേ? 4 ആണ് കിട്ടിയത്. അപ്പോൾ n എന്ന് പറയുന്നത് 5 ആണ്. ഇറ്ററേഷൻ 1ൽ നമ്പർ ഓഫ് കമ്പാരിസൺസ് n-1. ഇറ്ററേഷൻ 2ൽ നമ്പർ ഓഫ് കമ്പാരിസൺസ് n-2. അപ്പോൾ ഇറ്ററേഷൻ i എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്താണ്? n-i. ഇത്രയും കമ്പാരിസൺസ് ആയിരിക്കും വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n-1 ആണ്. ഓരോ ഇറ്ററേഷനിലും വരുന്ന കമ്പാരിസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n-i, വേർ i ഈസ് ദി ഇറ്ററേഷൻ നമ്പർ. അപ്പോൾ നമുക്കിതിൻ്റെ അൽഗോരിതം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ അൽഗോരിതത്തിൽ നമ്മൾ എടുക്കുന്ന അസംഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേ എ ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ആണ്. അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് n-1 ഇറ്ററേഷൻസ് വേണം. n-1 ഇറ്ററേഷൻ്റെ ലൂപ്പാണ് ആദ്യം എഴുതേണ്ടത്. ആ ലൂപ്പിനകത്താണ് നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ടുള്ള ലൂപ്പ് എഴുതുക. അതായത് ഒരു ഇറ്ററേഷനകത്ത് ഫസ്റ്റ് ഇറ്ററേഷനിൽ n-1 കമ്പാരിസൺ, സെക്കൻഡ് ഇറ്ററേഷനിൽ n-2, അങ്ങനെ പോകുന്ന ഒരു ലൂപ്പ് അതിനകത്ത് വേണം. അപ്പോൾ ആദ്യം തന്നെ ഇറ്ററേഷന് വേണ്ടിയിട്ടുള്ള കൗണ്ടർ സെറ്റ് ചെയ്യാണ്. i എന്നൊരു വേരിയബിൾ എടുക്കാണ്ട് i is equal to 1. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇറ്ററേഷനാണ്. അപ്പോൾ സെറ്റ് ഇറ്ററേഷൻ കൗണ്ടർ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു കമൻറ്റ് എഴുതാണ്. ഇങ്ങനെ ഒരു സംഭവം എഴുതണം എന്നില്ല. അപ്പോൾ ആദ്യം i 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി i 1 മുതൽ n-1 വരെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. റിപ്പീറ്റ് സ്റ്റെപ്സ് 3 to സ്റ്റെപ്പ് നമ്പർ പിന്നെ എഴുതാം. വൈൽ i ലെസ് ദാൻ n. അതായത് i 1 മുതൽ n-1 വരെ പോകണം. സോ റിപ്പീറ്റ് വൈൽ i ലെസ് ദാൻ n എന്ന് എഴുതാം, അല്ലെങ്കിൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്ന് എഴുതാം. ഇനി എന്താണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഈ കമ്പാരിസൺ ഉള്ള ലൂപ്പാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ കമ്പാരിസന് വേണ്ടിയിട്ട് നമുക്ക് അറേ ഇൻഡെക്സ് 0 ആൻഡ് അറേ ഇൻഡെക്സ് 1 ആണ് ആദ്യം കമ്പയർ ചെയ്യേണ്ടത്. ദെൻ അറേ ഇൻഡെക്സ് 1 ആൻഡ് അറേ ഇൻഡെക്സ് 2, പിന്നെ അറേ ഇൻഡെക്സ് 2 ആൻഡ് അറേ ഇൻഡെക്സ് 3. അപ്പോൾ അറേ ഇൻഡെക്സിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ എടുക്കുകയാണ് j. അപ്പോൾ അറേ ഇൻഡെക്സ് 0യിൽ സ്റ്റാർട്ട് ചെയ്യണതുകൊണ്ട് സെറ്റ് j is equal to 0. സെറ്റ് അറേ ഇൻഡെക്സ് ഫോർ കമ്പാരിസൺ. സെറ്റ് j equal to 0. ഇനി നമ്മൾ അറേ 0th എലമെൻറ്റ് മുതൽ നമ്മളിങ്ങനെ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ലൂപ്പാണ് എഴുതുന്നത്. റിപ്പീറ്റ് സ്റ്റെപ്സ് 5 to എന്താന്ന് നോക്കാം. വൈൽ ജെയുടെ കണ്ടീഷൻ എന്താണ്? നമ്മൾ കണ്ടു ഫസ്റ്റ് ഇറ്ററേഷനിൽ n-1 കമ്പാരിസൺ, സെക്കൻഡ് ഇറ്ററേഷനിൽ n-2 കമ്പാരിസൺ. അപ്പോൾ ജെ ആണ് നമ്മൾ നമ്പർ ഓഫ് കമ്പാരിസൺസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പക്ഷേ നമ്പർ ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ കഴിയുമ്പോൾ ഫസ്റ്റ് കമ്പാരിസണിൽ j1, സെക്കൻഡ് കമ്പാരിസണിൽ j2, അങ്ങനെയല്ല പോകണം. j0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ അറേ ഇൻഡെക്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കമ്പാരിസൺ നോക്കുക. നമുക്ക് ഫസ്റ്റ് ഇറ്ററേഷനിൽ നമുക്ക് 4 കമ്പാരിസൺസ് വന്നു. അപ്പോൾ അതിൻ്റെ അറേ ഇൻഡെക്സ് ആണ് j ആയിട്ട് എടുക്കണം. അപ്പോൾ j ഈക്വൽ ടു 0യിലാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെ j is equal to 4 ആണ് വന്നത്. അപ്പോൾ നമ്മൾ 0 and 1, 1 and 2, 2 and 3, 3 and 4 അങ്ങനെ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് ആണ് നമ്മൾ j ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ j0 വരും. ഇവിടെ j is equal to 1, ഇവിടെ j is equal to 2, ഈ ഇറ്ററേഷനിൽ j is equal to 3. ലാസ്റ്റ് ഇൻഡെക്സ് 4 ആണെങ്കിലും j equal to 3 വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് കമ്പാരിസൺ ചെയ്യണത്. അപ്പോൾ j എവിടെ മുതലാണ് പോകേണ്ടത്? j0 മുതൽ n-1 എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ j പോയത് n-2 വരെയാണ് അല്ലേ. n-1 കമ്പാരിസൺസ് ആണ്. j വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ടിൽ n മൈനസ് 2 ആണ്. അപ്പോൾ ജെ ഇസ് ഈക്വൽ ടു 0 മുതൽ എവിടെ വരെ പോകണം? ജെ ലെസ് ദാൻ n മൈനസ് ഐ. അതായത് ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇറ്ററേഷനിൽ 1 ആണ്. ജെ ലെസ് ദാൻ n മൈനസ് 1 എന്ന് പറയുമ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 2 എന്ന് വരും. അപ്പോൾ ജെ 0 മുതൽ n മൈനസ് 2 വരെ ഉണ്ട്. ഇവിടെ ജെ 0 മുതൽ n മൈനസ് 3 വരെയാണ് പോകേണ്ടത്. ഇവിടെ ഇപ്പോൾ ജെ 0 മുതൽ n മൈനസ് ഐ മൈനസ് 1 വരെയാണ് പോകേണ്ടത്. അപ്പോൾ ജെ എൻ മൈനസ് ഐ മൈനസ് 1 ഈക്വൽ ടു ജെ എൻ മൈനസ് ഐ മൈനസ് 1 ഇടുന്നതിന് പകരമാണ് ജെ ലെസ് ദാൻ എൻ മൈനസ് ഐ എന്നിട്ട്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഐ 1 മുതൽ എൻ മൈനസ് 1 വരെയാണ് പോകേണ്ടത്. ജെ 0 മുതൽ എൻ മൈനസ് ഐ മൈനസ് 1 വരെയാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആയാലാണ് ക്ലിയർ ആവാന്നുണ്ടെങ്കിൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് ഐ മൈനസ് 1 എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇത് ക്ലിയർ ആവും. ജെ ലെസ് ദാൻ എൻ മൈനസ് ഐ എന്ന് എഴുതുക, അല്ലെങ്കിൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് ഐ മൈനസ് 1 എന്ന് എഴുതുക. ഇനി സ്റ്റെപ്പ് 5, ഇവിടെയാണ് നമ്മൾ ആക്ച്വൽ കമ്പാരിസൺ ചെയ്യുന്നത്. എ എഫ് ജെയും, അതായത് ഇവിടെ എ എഫ് 0യും എ എഫ് 1ഉം ആണ് കമ്പയർ ചെയ്തത്. അപ്പോൾ ഈ 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ജെ. നമ്മൾ എന്താണ് കമ്പയർ ചെയ്യേണ്ടത്? ഇഫ് എ എഫ് ജെ റോങ് ഓർഡറിലാണോ നോക്കുക. എ എഫ് ജെ പ്ലസ് 1നേക്കാളും വലുതാണെങ്കിലാണ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. എ എഫ് ജെ ഗ്രേറ്റർ ദാൻ എ എഫ് ജെ പ്ലസ് 1 ആണെങ്കിൽ then swap or interchange എ എഫ് ജെ ആൻഡ് എ എഫ് ജെ പ്ലസ് 1. ഇത് റോങ് ഓർഡറിലാണെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക, റൈറ്റ് ഓർഡറിലാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി സ്റ്റെപ്പ് 6, ഒരു കമ്പാരിസൺ കഴിഞ്ഞാൽ നമുക്ക് ജെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. സെറ്റ് ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1. വീണ്ടും എന്ത് ചെയ്യണം? ജെ പ്ലസ് 1 ആയിട്ട് വീണ്ടും കമ്പാരിസൺ ചെയ്യണം. അപ്പോൾ ഈ 5ഉം 6ഉം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ ഇന്നർ ലൂപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പീറ്റ് സ്റ്റെപ്സ് 5 to 6. ഈ 2 സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എവിടെ എത്തുമ്പോഴാണ് തീരുക? ജെ ഇസ് ഈക്വൽ ടു എൻ മൈനസ് ഐ മൈനസ് 1 വരുമ്പോഴും ഇത് ചെയ്യും. അത് കഴിഞ്ഞാൽ ജെ ഇസ് ഈക്വൽ ടു എൻ മൈനസ് ഐ ആവുന്ന സമയത്ത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? അപ്പോൾ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഇറ്ററേഷൻ നമ്മുടെ തീർന്നു. ഇനി സെക്കൻഡ് ഇറ്ററേഷനാണ്. അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷന് വേണ്ടിയിട്ട് ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. സെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഇവിടെ വരെയാണ് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പീറ്റ് സ്റ്റെപ്സ് 3 to 7 വൈൽ ഐ ലെസ് ദാൻ എൻ. ഇനി ഈ ലൂപ്പ് എത്ര തവണ അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും? എൻ മൈനസ് 1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈം ഐ 1 ആവുന്ന സമയത്ത് ജെ 0 to എൻ മൈനസ് 1 മൈനസ് ഐ വരെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഐ 2 ആവുമ്പോൾ എൻ മൈനസ് 2 മൈനസ് 1 വരെ വർക്ക് ചെയ്യും. ഐ 3 ആവുമ്പോൾ എൻ മൈനസ് 3 മൈനസ് 1 വരെ വർക്ക് ചെയ്യും. അങ്ങനെ ഇത് ലാസ്റ്റ് ഇറ്ററേഷൻ വരെ വർക്ക് ചെയ്യും. ലാസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോൾ നമുക്ക് സോർട്ടഡ് അറേ ഉണ്ടാവും. അതായത് എൻ മൈനസ് 1 എന്ന് പറഞ്ഞ ഇറ്ററേഷൻ കഴിയുമ്പോൾ സ്റ്റെപ്പ് 8 എക്സിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് എഴുതാം. ഇതാണ് ഇതിൻ്റെ അൽഗോരിതം വരിക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക, സോർട്ടിങ് എഴുതി നോക്കുക. അതിൻ്റെ കൂടെ തന്നെ അൽഗോരിതം വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സി പ്രോഗ്രാം എഴുതണം. സി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് സി പ്രോഗ്രാം എഴുതണമൊന്നുമില്ല. ജസ്റ്റ് ആ സോർട്ടിങ്ങിൻ്റെ ലൂപ്പ് മാത്രം എങ്ങനെയാണ് വരിക എന്ന് എഴുതുക. അപ്പോൾ ആദ്യം നിങ്ങൾ ബാക്കി വേരിയബിൾ ഡിക്ലറേഷൻസ് എഴുതണം, അറേ റീഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലൂപ്പ് മാത്രം എഴുതാണ്. ഐ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്ററേഷന് വേണ്ടിയിട്ടുള്ള ലൂപ്പ്. അത് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അൽഗോരിതം എഴുതി. നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ 1ലോ 0ലോ എങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 1ലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ മൈനസ് 1 വരെ പോകണം. 0ലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ മൈനസ് 2 വരെ പോകണം. അത്രയേ ഉള്ളൂ. ഐ ഇസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്. ഞാൻ 1ൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻ മൈനസ് 1 വരെയാണ് പോണത്. നിങ്ങളിവിടെ 0ലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ലെസ് ദാൻ എൻ മൈനസ് 1 എന്ന് എഴുതണം. കാരണം 0ലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ മൈനസ് 2 വരെയാണ് പോകേണ്ടത്. ടോട്ടൽ എൻ മൈനസ് 1 ഇറ്ററേഷൻസ്. ഇനി ഇതിനകത്ത് സെക്കൻഡ് ലൂപ്പ് ജെ ഇസ് ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ മൈനസ് ഐ.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതുകയാണെങ്കിൽ n മൈനസ് ഐ മൈനസ് 1 ജെ പ്ലസ് പ്ലസ്. അപ്പോൾ ഇവിടെ 0 എഴുതുകയാണെങ്കിൽ ഇത് n മൈനസ് 2 വരെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ ജെ ലെസ് ദാൻ n മൈനസ് ഐ മൈനസ് 1 ആയിരിക്കും വരിക, ലെസ് ദാൻ എഴുതുകയാണെങ്കിൽ തന്നെ. എന്നുവെച്ചാൽ ഇവിടെ വരുന്നത് n മൈനസ് 1 വരെയാണെങ്കിൽ ഐ ലെസ് ദാൻ n മൈനസ് 1 എന്ന് നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? ഐ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. 0യിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെ ലെസ് ദാൻ n മൈനസ് ഐ മൈനസ് 1 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ പല ടെക്സ്റ്റ് ബുക്കിലും ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടെ എഴുതി. അപ്പോൾ ജെ 0 മുതൽ n മൈനസ് ഐ മൈനസ് 1 വരെ പോകണം. ജെ ലെസ് ദാൻ n മൈനസ് ഐ. ഇനി ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇൻ്റർചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എ ബി രണ്ട് വേരിയബിൾസ് ഉണ്ട്. എ is equal to 10, ബി is equal to 20 ആണെങ്കിൽ ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യും? നമുക്ക് എ is equal to ബി എന്ന് എഴുതാൻ പറ്റില്ല. എ is equal to ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 20 ആയിട്ട് റീപ്ലേസ് ചെയ്തു പോകും. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു തേർഡ് വേരിയബിൾ എടുക്കും. ഒരു ടെമ്പററി വേരിയബിൾ എടുത്തിട്ട് അതിനകത്തേക്ക് എ വയ്ക്കും. അതായത് ടെമ്പററി വേരിയബിളിനകത്ത് ഇപ്പോൾ എന്ത് വന്നു? 10 എന്ന് വന്നു. ദെൻ എ is equal to ബി. അപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്തുണ്ട്? എ എന്ന് പറഞ്ഞ വേരിയബിളിൽ 20 ഉണ്ട്. ദെൻ ബി is equal to ടെമ്പ്. അപ്പോൾ ടെമ്പിൽ 10 ആണുള്ളത്, ബിയിൽ 10 വെച്ചു. അപ്പോൾ എ is equal to 20 ആൻഡ് ബി is equal to 10 ആയി. ഇത് നമ്മൾ സ്വാപ്പിംഗ് നേരത്തെ ചെയ്തതാണ്. അതേ സംഭവമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1 ആണെങ്കിൽ ഇൻ്റർചേഞ്ച് എ ഓഫ് ജെ ആൻഡ് എ ഓഫ് ജെ പ്ലസ് 1. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി വേരിയബിൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. ഈ വേരിയബിൾസൊക്കെ ടെമ്പററി is equal to എ ഓഫ് ജെ, ദെൻ എ ഓഫ് ജെ is equal to എ ഓഫ് ജെ പ്ലസ് 1. അപ്പോൾ ജെ പ്ലസ് 1ലെ വാല്യൂ എ ഓഫ് ജെയിൽ വന്നു. ഇനി എ ഓഫ് ജെ പ്ലസ് 1ൽ ജെയിലെ വാല്യൂ വരണം. അത് ടെമ്പിൽ വെച്ചിട്ടുണ്ട്. എ ഓഫ് ജെ പ്ലസ് 1 is equal to ടെമ്പ്. ഇത്രയാണ് നമ്മുടെ കമ്പാരിസൺ ആൻഡ് സ്വാപ്പിംഗ്. കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക ടിൽ ജെ is equal to n മൈനസ് ഐ മൈനസ് 1. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഇത്രയേ ഉള്ളൂ. ഈ ഫോർ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് ഒരു തവണയല്ല, ഒരു ഇറ്ററേഷൻ കഴിഞ്ഞാൽ, ഒരു കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ഔട്ടർ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും മാത്രമാണ് സോർട്ടിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം, അറേ റീഡ് ചെയ്യണം, ഈ സോർട്ടിങ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എ എന്ന് പറഞ്ഞ അറേ പ്രിൻറ്റ് ചെയ്യാം. ഇത്രയാണ് സി പ്രോഗ്രാമിൽ ചെയ്യാനുള്ളത്. ദെൻ കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ബിഗ് O ഓഫ് n² ആണ്. കോംപ്ലക്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം.